ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സുമലത ടീച്ചർ എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് സുമലത. ഞാനൊരു ടീച്ചറാണ്. എൻ്റേത് യഥാർത്ഥ പേരല്ല. യഥാർത്ഥ പേര് പറയാൻ സാധിക്കാത്തതിൽ ക്ഷമിക്കണം. എനിക്ക് ഒരു മകൻ മാത്രമേ ഉള്ളൂ. പിന്നീടൊരു കുട്ടിക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഒത്തിരി പരീക്ഷണ നിരീക്ഷണങ്ങൾ ചെയ്തതാണ്. പക്ഷേ അന്ന് അതൊന്നും ഉണ്ടായില്ല. പിന്നെ മാഡം, ധാരാളം പണം ചിലവാക്കി. ഇനിയൊരു കുട്ടി ഉണ്ടാകുന്നതിനോട് യോജിപ്പില്ലായിരുന്നു ഹസ്ബൻഡിന്. അതുകൊണ്ട് ഒരു മകൻ മാത്രം മതിയെന്ന് തീരുമാനിച്ചു. ഹസ്ബൻഡ് കഴിഞ്ഞ വർഷമാണ് റിട്ടയർ ആയത്. എനിക്ക് ഇനിയും റിട്ടയർ ആകാൻ കുറച്ച് വർഷങ്ങൾ കൂടി ബാക്കിയുണ്ട്. എൻ്റെ മകനെ അതീവമായി ലാളിച്ചും കൊഞ്ചിച്ചുമാണ് ഞങ്ങൾ വളർത്തിയത്. പിന്നെ അവൻ ഒരു സുന്ദരനാണ്. പണ്ട് തൊട്ടേ സൗന്ദര്യ മത്സരങ്ങൾക്കൊക്കെ പോകാൻ അവന് ഇഷ്ടമാണ്. ബോഡി ബിൽഡറാണ്. പിന്നെ അതുമാത്രമല്ല, ചില പ്രൊഡക്ട്സിനൊക്കെ മോഡലായിട്ട് അവൻ പോകുന്നുണ്ട്. അതിനിടയ്ക്കാണ് അവനൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടത്. അവരുടെ വീട്ടുകാരോട് ഞങ്ങൾ പോയി ആലോചിച്ചു. അവളും ഈ പറഞ്ഞതുപോലെ നല്ല സിനിമാ നടി പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. അവരുടെ വീട്ടുകാർക്ക് പെട്ടെന്ന് തന്നെ കല്യാണം കഴിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം. കാര്യം അവരുടെ തറവാട്ടിൽ ആരും മോഡലിങ്ങിന് മറ്റും പോകുന്നവരില്ല. ഈ പെൺകുട്ടിക്കും സെയിം മേഖലയിൽ തന്നെയാണ് ഇൻട്രസ്റ്റ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് രണ്ടുപേരും കൂടെ എന്തെങ്കിലും ആയിക്കോട്ടെ എന്നുള്ളതായിരുന്നു അവരുടെ ഭാവം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവന് സ്ഥിരമായിട്ട് ജോലിയൊന്നുമില്ലെങ്കിലും 1.5 വർഷത്തിന് മുമ്പ് കല്യാണം നടത്തി കൊടുത്തു. ഏതോ ഒരു സ്ഥലത്ത് അവൾ മോഡലിംഗ് ചെന്നാണ്, വീട്ടുകാരറിയാതെ. അങ്ങനെയാണ് അവർ കണ്ട് സ്നേഹിക്കുന്നത്. വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ മോഡലിങ്ങിന് വിടില്ല. അങ്ങനെ കല്യാണം കഴിഞ്ഞ ശേഷം അവർ ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മോഡലിങ്ങും അഭിനയമൊക്കെയാണ് ഇഷ്ടം. ഇപ്പോഴെങ്ങും കുട്ടികളൊന്നും വേണ്ടാന്ന്. ഞങ്ങളതിൽ ഇടപെടാനും പോയില്ല. കാര്യം ഞങ്ങൾക്ക് പേരക്കുട്ടികളെ അങ്ങ് താലോലിക്കാൻ വേണ്ടി മുട്ടിയിരിക്കുകയൊന്നുമല്ല. കാരണം അവരവരുടെ ജീവിതം എൻജോയ് ചെയ്തോട്ടെ. രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞ് അവർ ഒരു ഫ്ലാറ്റിലേക്ക് മാറി, സിറ്റിയിൽ. എല്ലാ ആഴ്ചയും വീക്കെൻഡിൽ വീട്ടിൽ വരും. 2 ദിവസം ഇവിടെ നിൽക്കും. അവർ അവരുടെ മേഖലകളിൽ വളരെ ബിസിയായിരുന്നു. ആക്ച്വലി കല്യാണം കഴിഞ്ഞ ശേഷം അവൾക്ക് ഒത്തിരി ഓഫർ കിട്ടി. അതിനൊക്കെ അവർ പോവുകയും ചെയ്തു. അവരുടെ കയ്യിൽ ധാരാളം പണം ഉണ്ടായിരുന്നു. ഞങ്ങൾക്കതിൽ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എങ്കിലും പിന്നീട് 2-3 ആഴ്ചയൊക്കെ ഞങ്ങളെ കാണാൻ വരുന്നതിൽ ഗ്യാപ്പായി കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ അച്ഛന് മുറുമുറുത്ത് തുടങ്ങി. അച്ഛനെ എൻ്റെ മകനെ ഇത്തിരി പേടിയുണ്ട്. അച്ഛൻ അങ്ങനെ പരാതി പറഞ്ഞപ്പോഴേക്കും മരുമകൾ അമ്മായിച്ചൻ്റെ അടുത്ത് ചെന്നിരുന്നു. അച്ഛാ, ഇപ്പോഴല്ലേ സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ. ചെറുപ്പം എന്ന് പറഞ്ഞത് ഇപ്പോഴല്ലേ ഉള്ളത്. ഈ സൗന്ദര്യവും ഈ മോഡലിങ്ങും അഭിനയമൊക്കെ ഇപ്പോഴേ നടക്കൂ. ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ പിന്നൊന്നും ഇത്രയും ഗ്ലാമറോ മാർക്കറ്റോ ഒന്നും ഉണ്ടാകില്ല. ഞങ്ങൾ ഒരു 5 വർഷം അധ്വാനിക്കട്ടെ. നല്ല പണം ചേർത്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ തിരിച്ചു വരും. ഞങ്ങൾക്ക് നഗരത്തിൽ താമസമൊന്നും ഇഷ്ടമല്ല. പിന്നെ കുട്ടി അത് ആ സമയത്ത് ഉണ്ടാകുമ്പോഴേക്കും നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടെ വളരുകയും ചെയ്യും. 5 വർഷം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിലാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ എൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് ദേഷ്യമൊക്കെ മാറ്റിയെടുത്തു. എനിക്കവളോട് ഇംപ്രഷൻ തോന്നി. അവളൊരു മിടുക്കിയാണ്. സോഫ്റ്റായിട്ട് സംസാരിച്ച് എൻ്റെ ഭർത്താവിനെ തഴുകി തലോടി സ്വന്തം അച്ഛനെന്ന പോലെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് അങ്ങ് അലിഞ്ഞുപോയി. അന്ന് രാത്രി ഞാൻ ചോദിച്ചു, അല്ല മരുമകളോട് നിങ്ങൾ ചാടിക്കൊണ്ട് ചെന്നല്ലോ. അവളങ്ങ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ തരളിതനായി പോയല്ലോ എന്ന്. അത് പിന്നെ മോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ സ്വപ്നമല്ലേ. അവർ രണ്ടുപേരും 5 വർഷം സ്വതന്ത്രമായിട്ട് നടക്കട്ടെ, ഞാനങ്ങ് സമ്മതിച്ചു എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞ് ആ വിഷയം ഞാനവിടെ അവസാനിപ്പിച്ചു. അതോടുകൂടി അമ്മാച്ചനും മരുമകളും തമ്മിൽ സ്നേഹം കൂടുതലായി. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. മരുമകൾക്ക് എന്നെ എന്തോ അത്ര ഇഷ്ടമൊന്നുമല്ല. എന്നെ അങ്ങനെ വിളിക്കാറൊന്നുമില്ല. പിന്നെ അവനും അച്ഛനോട് വിളിക്കുന്ന അടുപ്പം കുറവാണ്. ഇത്തിരി ഒരു പേടിയും ബഹുമാനവും ഒക്കെ ഉണ്ട്. എന്തായാലും മകൻ എന്നെ വിളിക്കും, കാര്യങ്ങളൊക്കെ അറിയും. ഒരു ദിവസം ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി ഞാൻ എറണാകുളത്ത് അവരുടെ ഫ്ലാറ്റിൽ വരെ പോവുകയാണ്. ഞാൻ പറഞ്ഞു ഞാനും വരാമെന്ന്. അപ്പോൾ പറഞ്ഞു, ഓ നീ വരണ്ട, നീ ഇവിടെ നിന്നു. അവൾ എന്നെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അവളുടെ കൂടെ ചില പേപ്പേഴ്സൊക്കെ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ചെല്ലണം. എന്ത് പേപ്പേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണ്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവൾ പറഞ്ഞോളും. അവൾക്ക് വേറെന്തോ കാര്യങ്ങളും ഓഫീസ് വർക്കുകളൊക്കെ ഉണ്ട്, അതാണ് അവൾ പറഞ്ഞതെന്ന്. എന്താണെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കറിയില്ല, അവിടെ എന്തോ ലീഗലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവളുടെ വീട്ടിലെയോ എന്തോ കാര്യമാണ്, അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ വന്നിട്ട് കാര്യമില്ല. അതെന്താ, ഞാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നോളാം, നിങ്ങൾ രണ്ടുപേരും കൂടെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇല്ലില്ല നീ വരണ്ട, ഞാൻ ഇന്ന് പോയിട്ട് നാളെ വൈകുന്നേരം ആകുമ്പോൾ വരും. ഞാൻ തനിയല്ലേ ഉള്ളൂ മനുഷ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, തനിച്ച് കിടന്നു കഴിഞ്ഞാൽ നിന്നെ ആരും പിടിച്ച് വിഴുങ്ങൊന്നുമില്ല. പേടിയാണെങ്കിൽ ഞാൻ ഋതുമോനോട് വിളിച്ചു പറയാമെന്ന് പറഞ്ഞു. ഋതുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബന്ധുവാണ്. എന്ന് വെച്ചാൽ ഇത്തിരി അകന്ന ബന്ധമാണ്. ഒരു 3-4 വീടുകൾക്കപ്പുറമാണ് അവൾ താമസിക്കുന്നത്. അതായത് ഋതുമോൻ്റെ അമ്മ. അവളുടെ ഹസ്ബൻഡ് ഗൾഫിലാണ്. 2 ആൺപിള്ളേരാണ്.
മൂത്തവൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ സ്കൂളിലൊക്കെ എൻ്റെ സ്റ്റുഡൻറ്റുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇവിടെ വരാറുണ്ട്. അപ്പോൾ അവനിവിടെ വന്ന് കിടന്ന പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഹസ്ബൻഡ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പാഞ്ഞു വന്നു. ഒരു 3 വർഷത്തിന് മുമ്പ് അവൻ ഇവിടെ കൂട്ടുകിടക്കാൻ വന്നിട്ടുണ്ട്. അന്ന് മോനും ഇവിടെ ഇല്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഏതോ സംസ്ഥാന സമ്മേളനത്തിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അവൻ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അവനെ വിളിച്ചത്. അവൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ടാറ്റ പറഞ്ഞു പോയി. ഞാനും അവനും തമ്മിൽ ഒത്തിരി നേരം സംസാരിച്ചിരുന്നു. കുറേ നാളായി അങ്ങനെ സംസാരിച്ചിട്ട്. ആ ഗ്യാപ്പിൽ അവൻ വളർന്നതും അവൻ്റെ പഠനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ചോദിച്ചറിഞ്ഞു. എടാ, നിനക്ക് ലൈൻ ഉണ്ടോ എന്ന് വരെ ഞാൻ ചോദിച്ചു. ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പത്തിലാണ്. ടീച്ചറാണെന്നുള്ളത് ഓക്കെ, പക്ഷെ ബന്ധുക്കളല്ലേ, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അവൻ എന്നാലും എന്നെ ടീച്ചർ എന്നാണ് വിളിക്കുന്നതും. എനിക്ക് ലൈനൊന്നുമില്ല. അതെന്താണ് നിനക്ക് ലൈനില്ലാത്തേ? ലൈൻ ഉണ്ടായിരുന്നു, അവൾ എന്നെ തേച്ചിട്ട് പോയെന്നും. എന്താണ് തേപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്നാലും എങ്ങനെ ഈ തേച്ചത്? അപ്പോൾ അവൻ പറഞ്ഞു അവനേക്കാൾ നല്ല സുന്ദരനായ വെളുത്ത തുടുത്തുരുത്തിൻ്റെ കൂടെ അവൾ പോയിന്ന്. അത് നിനക്കിങ്ങനെ മനസ്സിലായി? അത് പിന്നെ അവർ തമ്മിലുള്ള ചില വീഡിയോസൊക്കെ ചില ആളുകളുടെ കയ്യിൽ കിട്ടി. അത് ഞാനും കണ്ടു. അതോടുകൂടി ഞങ്ങൾ ബന്ധം അവസാനിപ്പിച്ചു. അതെന്താണ്, നിന്നെ പ്രേമിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ അവൾ വീഡിയോ ഉണ്ടാക്കാൻ പോയത്? ഞാനെങ്ങനെ അറിയും ടീച്ചറെ? അവൻ എന്നെക്കാൾ സുന്ദരനായതുകൊണ്ടാണ്. ആട്ടെ, എന്ത് വീഡിയോയാണ്? വൃത്തികെട്ട വീഡിയോ വല്ലതാണോ? ആ, വൃത്തികേടിൻ്റെ അങ്ങേയറ്റമാണെന്ന്. ആഹാ, അവൾ അത്തരക്കാരിയായിരുന്നു. എന്നിട്ട് നീമട്ട് എങ്ങനെയായിരുന്നു? ആ വീഡിയോയിലൊക്കെ പോലെയുള്ള അനുഭവങ്ങൾ നിനക്ക് ഉണ്ടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു ഇല്ല. ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ അവൾ പറയും വിവാഹശേഷം മതിയല്ലാവെന്ന്. പക്ഷേ അവനോട് അടുത്ത് പെരുമാറുന്ന കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയെന്ന്. എന്താ ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു ദേ, എൻ്റെ മൊബൈലിൽ ഇപ്പോഴും കിടപ്പുണ്ട്, ടീച്ചർ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാനാണെങ്കിൽ അത് വാങ്ങിച്ച് കണ്ടു. അവനോട് എനിക്ക് അടുപ്പമുള്ളതുകൊണ്ടാണ് കണ്ടത്. നോക്കിയപ്പോൾ ഞാൻ കണ്ട കാഴ്ച അമ്പരപ്പിക്കുന്നതായിരുന്നു. മുട്ടുകാലിൽ കുത്തിയിരുന്ന് അവളുടെ കസർത്തുകളാണ് വീഡിയോയിൽ എടുത്തിരിക്കുന്നത്. അവൾക്ക് യാതൊരു നാണവും മാനവുമില്ല. അവളെ കണ്ടാൽ അറിയാം ഇതിൽ 105 തവണ എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നും. ഞാനത് കണ്ട് മൂക്കത്ത് വിരൽ വെച്ചു. ഒരു 30 സെക്കൻഡ് മാത്രമേ ഉള്ളൂ, പക്ഷേ അവളുടെ മുഖമൊക്കെ വ്യക്തമായിട്ട് കാണാം. എന്നാലും എൻ്റെ മോനെ, ഈ പെമ്പിളർക്കൊക്കെ എന്ത് ധൈര്യമാ? അപ്പോൾ അവൻ പറഞ്ഞു ഇത് അവൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ എടുത്താണ്. എന്തായാലും അവൻ തന്നെയാണ് വെളിയിൽ വിട്ടത്. ഇപ്പോൾ അവനുമായിട്ട് അവൾക്ക് യാതൊരു ബന്ധവുമില്ല. അത് നിനക്കെങ്ങനെ അറിയാം? അവൾ എന്നോട് സോറി പറയാൻ വന്നിരുന്നു. എന്നിട്ട് നീ അവളെ സ്വീകരിച്ചോ? പിന്നെ ഞാനങ്ങ് സ്വീകരിച്ചൊന്നുമില്ല. എനിക്ക് അവളെ വേണ്ട. അപ്പോൾ നീ എന്തിനാ പിന്നെ അവളോട് സംസാരിച്ചത്? അവൾ സോറി പറയാൻ വന്നതാണ്. നീ ചോദിച്ചോടാ ഈ വീഡിയോ ഒക്കെ എങ്ങനെ എടുത്തതെന്ന്. ആ, അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് അതിനെ എടുത്തതാണ്. അവൻ വെളിയിലെങ്ങും കാണിക്കില്ല, അവന് കണ്ട് ആസ്വദിക്കാനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെ പുറത്തു വിടുമെന്ന് അവൾ വിചാരിച്ചതല്ല. എന്നിട്ട് അവൾ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലേ? അത് ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ മാത്രമേ ഷെയർ ആയിട്ടുള്ളൂ. അതുകൊണ്ടായിരിക്കാം അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല. നിന്നോട് സോറി പറയാൻ വന്നിട്ട് അവൾ പിന്നെന്താ പറഞ്ഞത്? നിന്നെ ഇനിയും പ്രേമിക്കണമെന്നോ? അവൾ അങ്ങനൊന്നുമല്ല പറഞ്ഞത്. അവൾക്ക് ശരിക്കും എൻ്റെ കാര്യത്തിൽ കുറച്ച് തെറ്റുപറ്റിപ്പോയി. അവൾക്ക് വേണ്ടത് അവനെപ്പോലെയുള്ള ഒരാളായിരുന്നു. എന്നിട്ട് അവനും അവസാനം തേച്ചല്ലോ, അതവൾ പറഞ്ഞു. പക്ഷേ അവൾക്ക് ആഗ്രഹം എന്ന് പറയുമ്പോഴേക്കും എന്നെപ്പോലെയുള്ള ഒരാളെ ആയിരുന്നില്ല. ഞാൻ ഇത്രയും നാളായിട്ടും ചെറിയ ചെറിയ രീതിയിലൊക്കെ അവളോട് സംസാരിച്ചിട്ടുള്ളൂ. അവനാണെങ്കിൽ നമ്പർ മേടിച്ച അന്ന് തന്നെ രാത്രി എന്തൊക്കെയോ പടങ്ങൾ അവൾക്ക് അയച്ചു കൊടുത്തു. അത് കണ്ടപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. ഞാനിങ്ങനെ തമാശകളും കുസൃതികളും ഒക്കെ മാത്രമേ പറയുകയുള്ളൂ. ശരിക്കും അത്തരം വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്ത് ഞാൻ കുറച്ചുകൂടിയൊക്കെ അതിർത്തി കടന്നിരുന്നെങ്കിൽ അവൾ അങ്ങ് സമ്മതിച്ചേനെ. എനിക്കത്രയും മിടിക്കില്ല. അവനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടപ്പെട്ടു പോയി. അതുമാത്രമല്ല, അവൾക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടം കട്ടാണത്രേ. അപ്പം ഞാൻ ചോദിച്ചു എന്തോ കട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് അവൻ പറഞ്ഞത് അയ്യോ ദൈവമേ, അതാണ് അവൾക്ക് ഇഷ്ടം. ആ, എനിക്കറിയില്ലായിരുന്നു. എന്നോട് അവൾ അങ്ങനൊന്നും പറഞ്ഞിരുന്നില്ല. ഞാൻ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവൾക്ക് ഇതൊക്കെ പറയുമ്പോൾ വല്ലാതെ നാണമായിരുന്നു. ഇപ്പോൾ അവൾ ഈ കാണിച്ചതൊക്കെ കണ്ടില്ലേ? ആ സമയത്ത് അവൾക്ക് നാണമൊക്കെ എവിടെ പോയെന്ന് ഞാൻ ആലോചിക്കാറുണ്ടെന്ന്. അല്ലടാ മോനെ, നിന്നോട് ഒരു കാര്യം ചോദിക്കുകയാണ്. എന്തായാലും ഇത്രയും പറഞ്ഞല്ലോ. അല്ല, ഈ കട്ടെന്നൊക്കെ പറയുമ്പോഴേക്കും എന്താ അതിന് പ്രത്യേകത? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടില്ല. ടീച്ചർ കല്യാണം കഴിച്ചതല്ലേ, ടീച്ചർക്ക് അറിയാമായിരിക്കും. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, എൻ്റെ ഭർത്താവ് അങ്ങനെയൊന്നുമല്ല. ആ, ഭർത്താവ് അങ്ങനെ അല്ലെങ്കിലും മറ്റ് എക്സ്പീരിയൻസുകൾ ടീച്ചർക്ക് ഉണ്ടാകുമല്ലോ. എടാ, നീ വന്നു കഴിഞ്ഞപ്പോഴേക്കും നിന്നോട് ചോദിച്ചു, കഥ കേട്ടു, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അതൊരു സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ്. പിന്നെ നിനക്ക് മാച്യൂരിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. അതല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒരു വൃത്തികെട്ട സ്ത്രീയായി നീ എന്നെ വിചാരിക്കരുത് എന്ന് പറഞ്ഞു. അയ്യോ ടീച്ചറെ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞത് എനിക്കും അറിയില്ല.
ടീച്ചർക്ക് എക്സ്പീരിയൻസ് കാണാം, കാരണം ജീവിതത്തിൽ ഇത്രയും വർഷം ജീവിച്ചല്ലോ. അപ്പോൾ 2-3 കാമുകന്മാരുണ്ടായിക്കൂടുന്നില്ലല്ലോ. എടാ, എനിക്ക് കാമുകന്മാരൊന്നുമില്ല, എൻ്റെ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം പിന്നെ ഞാൻ ടീച്ചറെ ഞാൻ അറിയുന്നത് എനിക്കറിയില്ല. എൻ്റെ പേഴ്സണലി എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല, ടീച്ചർക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഏതിനാ മേന്മയെന്ന് ആർക്കറിയാം എന്നവൻ പറഞ്ഞു. അത് ശരിയാ, എന്നാലും ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം അവൾ എന്തിനെ ഇട്ടിട്ട് പോയല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു ചിലപ്പോൾ അതാകില്ല, അവനിങ്ങനെ പടമൊക്കെ അയച്ചു കൊടുത്ത് അവൾ കണ്ട് ഇഷ്ടപ്പെട്ടതാകും. എന്നാലും അവസാനം അവൾ ഈ പ്രശ്നം പറഞ്ഞാണല്ലോടാ നിന്നെ തേച്ചെന്ന് പറഞ്ഞു. ഇനിയിപ്പം എന്ത് പറയാൻ ടീച്ചറെ, പോയവൾ പോയി. എന്നാലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു എങ്കിൽ അവളുടെ നമ്പർ തരാം, അവൾ രാത്രി ഉറങ്ങില്ല, ഇപ്പോഴും ചിലപ്പോൾ അവൾക്ക് കാമന്മാരെല്ലാം കാണും, സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, നമുക്ക് വിളിക്കാം, ടീച്ചർ അങ്ങ് വിളിച്ചു ചോദിര്. അപ്പോൾ അവൾ വിശദമായിട്ട് പറഞ്ഞു തരുമെന്ന്. പിന്നെ എനിക്ക് അവളുടെ കാര്യങ്ങളൊന്നും അറിയണ്ട, ഞാൻ ചോദിച്ചതേ ഉള്ളൂ, ക്യൂരിയോസിറ്റി ഒന്നും ചോദിക്കാനും സമ്മതിക്കില്ല. എനിക്കിപ്പം എൻ്റെ കൂടെയുള്ള ടീച്ചർമാരോട് അങ്ങനെ സംസാരിക്കാൻ പറ്റുമോ? എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും? നിന്നോട് പിന്നെ ഞാൻ അങ്ങ് സാന്ദ്രം ഉള്ളതുകൊണ്ട് സംസാരിച്ചതാണെന്ന്. എന്നാലും എൻ്റെ ടീച്ചർ എന്നെ പഠിപ്പിച്ചതാണല്ലോ, ഇങ്ങനെ കിള്ളി ചോദിച്ച് ഇതൊക്കെ ആസ്വദിക്കാൻ ടീച്ചർക്ക് എങ്ങനെ തോന്നുന്നു? അപ്പം ഞാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു കൊടുത്തു. എടാ, നീ വലിയ നല്ലവനൊന്നും ചമയണ്ട, നീയും തരികിടയാണ്. നിനക്ക് അവളോട് മാത്രം സ്നേഹം തോന്നിയിട്ടുള്ളൂ. അവളുള്ള സമയത്ത് നിനക്ക് അവളെ മാത്രമായിരുന്നു ഓർമ്മ, നീ മറ്റാരെയും ഓർത്തിട്ടില്ലേ? നിനക്കും അവളെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഇപ്പോഴത്തെ കാലത്ത് കല്യാണം കഴിക്കുക എന്നുള്ളത് മാത്രമല്ല ഉദ്ദേശം, നല്ല വൈബിൽ മുന്നോട്ട് പോകുക. എന്താണ് വൈബ്? വൈബ് എന്താണെന്ന് അറിയണമെങ്കിൽ ടീച്ചർ 20 വയസ്സിലേക്ക് തിരിച്ചു പോകേണ്ടി വരും. ഈ പ്രായത്തിൽ ടീച്ചർക്ക് വൈബ് മനസ്സിലാകില്ല. എന്തായാലും നിന്റെ വൈബ് കണ്ട് അവൾ പോയല്ലോ. അടുത്ത കാലത്ത് നിനക്ക് പ്രേമിക്കാൻ ഒരു പെണ്ണെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, വൈബ് അത്രയ്ക്കുണ്ടേ എന്ന് പറഞ്ഞ് ഞാൻ കളയൊക്കെ ചിരിച്ചു. അത് കേട്ടപ്പോൾ അവൻ പറഞ്ഞു ശരി, ടീച്ചറോട് എനിക്ക് ഒന്നും പറയാനില്ല, കൂട്ടുകിടക്കാൻ വന്നേലേ. ഏത് റൂമാണ് ഇന്ന് എനിക്കുള്ളത്? ഞാൻ പറഞ്ഞതേ ഈ റൂമിൽ പൊക്കോ, പക്ഷേ ഇത്തിരി കഴിഞ്ഞു പോയാൽ മതി, നമുക്ക് സംസാരിക്കാം, എനിക്ക് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞവനങ്ങ് പോയി. അവൻ പിണങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അയ്യോ പാവൻ ചെക്കൻ നല്ല സുന്ദരനാണ്, ചിലപ്പോൾ സൗന്ദര്യം കൊണ്ട് കാര്യമില്ലല്ലോ, പ്രവൃത്തിയിലായിരിക്കും കാര്യം. ഇപ്പോഴത്തെ കാലത്തെ പെൺപിള്ളേർക്ക് പ്രവൃത്തിയില്ലാതെ എന്താ കണ്ടുകൊണ്ടിരുന്നാൽ പറ്റുമോ? ഒന്നും നടക്കില്ല, പണ്ടത്തെ കാലമല്ലല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. എന്തായാലും അവനെ കളിയാക്കേണ്ടിയിരുന്നില്ല. ആണുങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ചൊറിയും. എൻ്റെ ഭർത്താവിനോട് നിങ്ങൾക്ക് ക്ഷീണമുണ്ട്, പ്രായമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡ് അപ്പം തന്നെ എന്നോട് ദേഷ്യപ്പെടും. ആണുങ്ങൾക്ക് ഇഷ്ടമല്ല അവരെ വില കുറച്ച് പറയുന്നത്. അവന് പോയി കിടന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു പാവം പയ്യൻ, ഒരു ഗുഡ് നൈറ്റും സോറിയൊക്കെ പറഞ്ഞേക്കാം എന്ന് വിചാരിച്ച് ഞാൻ കഥകിൽ മുട്ടി. എന്താ ടീച്ചറെ എന്നവൻ കഥ തുറന്നുകൊണ്ട് ചോദിച്ചു. ഇല്ലടാ, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞതാ, നീ മനസ്സിൽ വെക്കരുത്. ഇത്രയും കാലമായിട്ട് നീ ഇങ്ങോട്ട് വന്ന് രാത്രി ഒന്നും കിടന്നിട്ടില്ല, ഇപ്പം നിന്നെ വിളിച്ചു വരുന്നതാണ്. എന്നിട്ട് ഞാൻ നിന്റെ കഥ ചോദിച്ച് നിന്നെ തന്നെ കളിയാക്കി. അപ്പോൾ അവൻ പറഞ്ഞു സാരമില്ല, ഞാൻ ഉള്ളത് പറഞ്ഞപ്പോൾ ടീച്ചറിനെ കളിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ, യഥാർത്ഥത്തിൽ നീ എന്താ പെണ്ണിനോട് അങ്ങനെ പറയാറുന്നത്? അത് ഞാൻ പറഞ്ഞു നോക്കിയതാണ്, അവൾ അടുത്തില്ല. എടാ, അടുത്തില്ലെങ്കിൽ നീ ചൂണ്ടയിട്ട് പിടിക്കണം വമ്പൻ മത്സ്യത്തെ. എനിക്ക് അത്രയും വലിയ കഴിവില്ല. അതാണ് ഞാനും പറഞ്ഞത്. അപ്പം നിന്നെ കളിയാക്കിയതാണോ? യഥാർത്ഥം ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. ടീച്ചർ ഒന്ന് പോയി, എനിക്ക് തലവേദന എടുക്കുന്നു. നിന്റെ കാമുകി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും നിനക്ക് ഭയങ്കര വിഷമമായി. എൻ്റെ പൊന്നു ടീച്ചറെ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒരു കാമുകി അത്യാവശ്യമാണ്. അവൾ പോയതിൽ എനിക്ക് ഞെട്ടലും വിഷമമൊക്കെ ഉണ്ട്, പക്ഷെ എന്ന് വെച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതെന്താണ് അങ്ങനെ? എൻ്റെ ചോയ്സ് ഒരു 45+ ആണ്. നീ എന്താ പറഞ്ഞത്? 45 മുകളിലുള്ള പെണ്ണുങ്ങളെ നിനക്ക് പ്രേമിക്കാൻ പറ്റുമോ? ടീച്ചറെ, 45 വയസ്സിന് മുകളിലുള്ള ഒരു സ്ത്രീയെ എനിക്ക് പ്രണയിക്കുക, അതിന് പ്രശ്നമൊന്നുമില്ല. കല്യാണം കഴിക്കാൻ വരുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രായ വ്യത്യാസമൊക്കെ. പക്ഷേ ഇവിടെ കല്യാണമൊന്നും കഴിക്കുന്നില്ലയോ, പ്രണയിച്ചാൽ പോരെ? അപ്പോൾ നിനക്കങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പോൾ പറഞ്ഞു ഇല്ല, പക്ഷേ എൻ്റെ നോട്ടം അതാണ്, അത് സാധിച്ചിട്ടില്ല. നിൻ്റെ കാര്യം വല്ലാത്ത കഷ്ടമാണല്ലോ, നിൻ്റെ മുന്നിൽ നിൽക്കാൻ എനിക്ക് പേടിയാകുന്നു, എനിക്ക് 45+ അല്ലേന്ന്. അപ്പോൾ പറഞ്ഞു അത് ഞാൻ ഓർത്തില്ല കേട്ടോ, ഇത്രയും നാളായിട്ടും എൻ്റെ കൺമുന്നിൽ തങ്കം ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനെന്തിനാണ് വെള്ളിയും പിത്തളയൊക്കെ തേടി പോകുന്നത്? ഒന്ന് പോടാ, ഞാൻ അത്തരക്കാരിയൊന്നുമല്ല. എനിക്കറിയാം, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ബന്ധുവാണ്, പിന്നെ അറിയാവുന്ന ആളാണ്, അതുമാത്രമല്ല സ്റ്റുഡൻ്റാണ്, അതുകൊണ്ടാണ്. അതല്ലായിരുന്നെങ്കിൽ ഈസിയായിട്ട് കാര്യങ്ങൾ നടന്നേനെന്ന്. അപ്പം നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ടീച്ചറെ,
ടീച്ചർ കിള്ളിക്കിള്ളി ചോദിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി ടീച്ചർക്ക് എന്നോട് താല്പര്യം കാണില്ല. പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഇതിലും നല്ലൊരു ചെക്കൻ വന്നു കഴിഞ്ഞാൽ ടീച്ചർ കറക്റ്റായിട്ട് സമ്മതിക്കും, എനിക്ക് ഉറപ്പാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മനസ്സിലാക്കാൻ നിനക്ക് എന്താ മന്ത്രവാദമല്ലേ അറിയാവോ? അപ്പോൾ അവൻ പറഞ്ഞു മന്ത്രവാദമൊന്നും എനിക്കറിയില്ല, പക്ഷേ ടീച്ചർ കൂടുതൽ സമയം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൈ പിടിച്ചതിനകത്തേക്ക് വലിക്കുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഗുഡ് നൈറ്റ്, ഞാനങ്ങ് പോയി കിടക്കാം എന്ന് പറഞ്ഞ് ഞാനങ്ങ് പോയി മാഡം. പക്ഷെ കിടന്നിട്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എവിടെയോ ഉള്ളിൽ ഒരു ചുഴലി പോലെ, ഒരു നൊമ്പരം, ഒരു തരിതരിപ്പ്, അടിവയറ്റിൽ ഭാരം തോന്നുന്നു, തലയ്ക്ക് ഒരു ഭാരം തോന്നുന്നു. അവന് 45 മേൽ വയസ്സുള്ളവരെയാണ് താല്പര്യം. പിന്നെ കാമുകി എന്ന് പറഞ്ഞത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാമുകി പോയതിൽ അവന് വലിയ ദുഃഖമൊന്നുമില്ല. അവൻ ഉദ്ദേശിക്കുന്നത് എന്നെ അവന് ഇഷ്ടമാണെന്നാണോ? ആയിരിക്കാം. എനിക്ക് അത് സ്വീകരിക്കാൻ പറ്റുമോ? ഇനി അവൻ വേറെ പെണ്ണുങ്ങളുടെ കാര്യമായിരിക്കും പറഞ്ഞത്, പക്ഷെ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ അകത്തേക്ക് വലിച്ചിടുമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവൻ എന്നെ ടാർഗറ്റ് ചെയ്തല്ലേ? അവന് ആദ്യമായിട്ടായിരിക്കുമോ? ആദ്യമായി പ്രദാനം ചെയ്യാൻ വേണ്ടി ഞാനൊരു മായാമോഹിനിയായി പോകേണ്ടി വരുമോ? എനിക്ക് അനുഭവിച്ചറിയണമെന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അങ്ങേർക്ക് പ്രായമായി, എനിക്ക് പ്രായമായി. ഇത്രയും നാളും ഞാൻ നല്ലവളായി ജീവിച്ചു. ഇപ്പോഴിതാ എൻ്റെ പെരുങ്കോട്ടകൾ തകർക്കാൻ സമയമായി. ഇടിയും മിന്നലും കണ്ടു കഴിഞ്ഞു. ഇനി മഴയാണ് പെയ്യേണ്ടത്. ഇനി അവൻ ഇങ്ങോട്ട് വരില്ല. ഞാൻ ഇങ്ങോട്ട് പോയാലോ? വേണ്ട, ചിക്കൻ ആരോടെങ്കിലും പറഞ്ഞാലോ? ഞാൻ പല വിധത്തിൽ ആലോചിച്ചു. തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും എനിക്ക് പറ്റുന്നില്ല. എനിക്ക് മഴയായി പെയ്തൊഴുകിപ്പോകണം, താഴേക്ക്. അരുവിയിൽ ഒഴുകുന്ന മഴക്കടലിൽ ചെന്ന് ചേരണം. എങ്കിൽ മാത്രമേ നുരഞ്ഞു പൊങ്ങുന്ന അനുഭവം എനിക്കും സാധ്യമാകൂ. ചെക്കൻ തമാശയ്ക്ക് പറഞ്ഞതല്ല, അവൻ ഉള്ളിൻ്റെ ഉള്ളിൽ വെച്ച് പറഞ്ഞതാണ്. ഇന്നത്തെ രാത്രി എനിക്ക് ശുഭരാത്രി. രാത്രി ശുഭരാത്രി. നീ കാമാക്ഷി എന്നാണല്ലോ. ഞാൻ കാമാക്ഷിയായി അങ്ങ് ചെന്ന് തട്ടി വിളിച്ചാലോ എന്ന് ഓർത്തു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ടു. എൻ്റെ കാലുകൾ എന്നെ അങ്ങോട്ട് നയിച്ചു. ഞാൻ തട്ടിമുട്ടി വിളിച്ചു. ചെക്കനെ ഉറങ്ങാൻ തോന്നുന്നു. കണ്ണും തിരിഞ്ഞു വന്നിട്ട് എന്താ ടീച്ചറെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ പറഞ്ഞ കഥകളൊക്കെ കേട്ടിട്ട് എനിക്ക് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കിടക്കുകയാണെന്ന്. അപ്പം ടീച്ചർക്ക് എന്താ പേടിയാണോ തനിച്ച് കിടക്കാൻ? എൻ്റെ കൂടെ വരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നീ ഇത് ആരോടെങ്കിലും പറയുമോ എന്ന്. അവൻ പറഞ്ഞു പിന്നെ ആരോട് പറയാനാണ്? നീ മൊബൈൽ ഓണാക്കി വെച്ചിട്ടുണ്ടോ? നീ വീഡിയോ എടുക്കോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു പിന്നെ എനിക്കെതിലേ പണി. ഞാൻ പറഞ്ഞു എടാ എല്ലാം നോക്കണേ, നീ ആരോടും പറയരുതേ. നീ പറഞ്ഞത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എന്നോട് ഇഷ്ടമുള്ളതുപോലെ തോന്നിയെന്ന് പറഞ്ഞു. ടീച്ചർക്ക് എന്നെ ഇഷ്ടമാണെന്ന് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടിയില്ല. പെട്ടെന്നായിരുന്നു ഇടിയും മിന്നലും പോലെ അവൻ എന്നെ ആശ്ലേഷിച്ചത്. പിന്നെ ഞാൻ ഒന്നും ഓർത്തില്ല. ഇത്രയും പ്രായമുണ്ടെങ്കിലും അവനാണ് എൻ്റെ ഭർത്താവെന്ന് ഞാനങ്ങ് വിചാരിച്ചു. ആണല്ലേലും ഏത് പ്രായത്തിലും ആണല്ലേ മാഡം? അപ്പോൾ അവൻ്റെ ചെയ്തികൾ എന്നോടുള്ള ഇഷ്ടം മൂലം അത് എനിക്ക് വിവരിക്കാനാവാത്ത രീതിയിലുള്ള ഒരു കടമ്പകൾ തന്നെയായിരുന്നു. ഞാൻ പക്ഷേ എല്ലാത്തിനും കൂടെ നിന്നു. ഓരോ കടമ്പകളും ചാടിക്കടക്കുമ്പോൾ കടമ്പക്കമ്പുകൾ കൊണ്ട് പുളകിതയാകുകയായിരുന്നു ഞാൻ. നീയല്ലേ പറഞ്ഞത് നിനക്ക് ഒരറിവും ഒരനുഭവവും ഇല്ലെന്ന്? അപ്പോൾ അവൻ പറഞ്ഞു അറിവുകളും അനുഭവങ്ങളും ഉള്ളിലാണ്. ഇഷ്ടമുള്ളവർ വരുമ്പോൾ അതെല്ലാം എനിക്ക് നല്ല രീതിയിൽ പ്രാവർത്തികമാക്കാൻ പറ്റുമെന്ന്. എന്തായാലും എനിക്ക് വളരെ നല്ലൊരവസരമാണ് എൻ്റെ ഹസ്ബൻഡ് അങ്ങ് പോയതുകൊണ്ട് കൈവന്നത്. പക്ഷേ അന്നത്തെ ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് പറഞ്ഞ് അവനെ വിളിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഭർത്താവ് ചില സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മകൻ്റെയൊക്കെ വീട്ടിലിടയ്ക്ക് പോകാൻ തുടങ്ങി. ആ സമയത്തൊക്കെ ഉച്ചയ്ക്ക് ലീവ് എടുത്ത് വന്ന് അവനെ വിളിച്ച് ഞാൻ വരുത്താൻ തുടങ്ങി മാഡം. ഹസ്ബൻഡ് അറിയാതെ ആരും അറിയാതെ അയ്യടി ചിഞ്ചിടാങ്കടി എന്നുള്ള രീതിയിൽ എൻ്റെ കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകാൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസമില്ലേ മാഡം, ഞാൻ അവൻ വന്നു കഴിഞ്ഞിട്ട് പോകാൻ നേരം സിറ്റൗട്ടിൽ കൊണ്ട് അവനെ യാത്രയാക്കി. പക്ഷേ അവനാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചുറ്റും നോക്കിയിട്ട് ഒരു പോപ്പോ മാഡം. ഞാനാണെങ്കിൽ അങ്ങ് പതറി നോക്കി, ആരും കണ്ടില്ല എന്നുറപ്പിച്ചു. പക്ഷേ ആ സെക്കൻഡിലാണ് മരുമകൾ മാത്രം കാറിൽ വന്ന് വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടേക്ക് വന്നത്. അവൾ ഒറ്റ നോട്ടത്തിൽ അത് കണ്ടെന്ന് എനിക്ക് തോന്നി. അവനങ്ങ് പോവുകയും ചെയ്തു. ആരാ അവനെന്ന് അവൾ ചോദിച്ചു. അവൾ അങ്ങനെ അവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്തു നമ്മുടെ ബന്ധുവാണെന്നൊക്കെ. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും അടുക്കളയിൽ വന്ന് അവൾ എന്നോട് ചോദിച്ചു, അമ്മേ കൊച്ചു പയ്യനുമായിട്ട് അമ്മയ്ക്ക് എന്താ ഇത്ര അടുപ്പം? ഞാൻ കണ്ടല്ലോ, ഇതിനകത്ത് എന്തോ ആയിരുന്നെന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, അവൻ്റെ സ്റ്റുഡൻ്റാണ്, കാണാൻ വന്നാണെന്ന്. അവൾ വിശ്വസിച്ചില്ല. ഞാൻ
കണ്ടു. അത് എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. പുറത്തു വന്നപ്പോഴുള്ള അവൻ്റെ പ്രകടനം ഞാൻ കണ്ടു. അതുകൊണ്ട് അമ്മ ഇനി ഒന്നും ഒളിക്കണ്ട. ഞാനിത് മോനോടും അച്ഛനോടും പറയാൻ പോകുമെന്ന് പറഞ്ഞു. പറയല്ലേ മോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ എന്നോട് പറയുകയാണ്, നിങ്ങളുടെ മോനെ ആദ്യം നിങ്ങൾ ഇതിൽ നിന്ന് മോചിപ്പിക്കൂ. ആ ചെക്കൻ്റെ കൂടെ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ബന്ധമെങ്കിൽ ഞാൻ ഓക്കെ ആണെന്ന്. ഞാൻ ചോദിച്ചു, മോനും ഞാനും അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്, നീ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന്. അപ്പോൾ അവൾ പറയുകയാണ്, പ്രധാനപ്പെട്ട ചില നിമിഷങ്ങളിൽ അവൻ എൻ്റെ പേര് വിളിക്കുമെന്ന്. അത് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ അവന് എന്നോട് വേറെന്തോ രീതിയിലുള്ള മോഹങ്ങളുണ്ടെന്ന് അവളോട് സൂചിപ്പിച്ചത്രേ. പക്ഷേ എനിക്കറിയില്ലെന്ന് പറഞ്ഞെങ്കിലും അവളെ വിശ്വസിക്കുന്നില്ല. അവൾ പറഞ്ഞത്, നിങ്ങൾക്ക് മകനുമായും ശക്തമായ അടുപ്പമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാര്യം മകനേക്കാൾ പ്രായം കുറഞ്ഞ ഒരു ചെക്കൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ അവരോട് പറയുന്നില്ല. പക്ഷേ നിങ്ങളുടെ മോനെ ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കില്ല. ഇവിടെ വന്ന് തനിയെ നിൽക്കാൻ ഒരു നിമിഷം പോലും ഞാൻ സമ്മതിക്കില്ല. എൻ്റെ ഭർത്താവിനെ എനിക്ക് സ്വന്തം, നിങ്ങളുടെ മകനാണെന്ന് പറഞ്ഞ് ആവശ്യത്തിൽ കൂടുതൽ അവകാശങ്ങളൊന്നും നിങ്ങൾ നോക്കി വന്നേക്കരുത്. അങ്ങനെയൊരു ഡീലിങ്സിലാണെങ്കിൽ ഞാനിത് ആരോടും പറയില്ലെന്ന് പറഞ്ഞു. അങ്ങനെ മരുമകളിപ്പോൾ അവനെയും കൊണ്ട് ചുരുങ്ങിയ സമയത്ത് മാത്രമേ ഇവിടെ വരാറുള്ളൂ. വന്നാലും തനിച്ച് 1 മണിക്കൂർ പോലും അവനിവിടെ നിർത്തില്ല മാഡം. അവൾക്ക് വല്ലാത്ത സംശയമാണ്. ഒരു ദിവസം സാഹചര്യം കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് ചോദിച്ചു, ഏതെങ്കിലും ഒരു ഭാര്യയോട് നീ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാമോ എന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയി, അമ്മ എന്നോട് ക്ഷമിക്കണം, ഇനിയിപ്പം അവളുടെ സംശയം മാറില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം വളരെ കുറവായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഈ പയ്യനെ പറ്റി അവനൊന്നും ചോദിച്ചുമില്ല. അവൾ പറഞ്ഞു കാണും. എന്തായാലും എൻ്റെ ഹസ്ബൻഡ് ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ മരുമകളും മകനൊക്കെ വരുന്നത് വളരെ കുറവാണ്. അവരെപ്പോഴും അച്ഛനെ അങ്ങോട്ട് വിളിക്കുകയാണ്. എന്നെ വിളിക്കുമ്പോൾ ഞാനിപ്പോൾ പോകാറില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത രീതിയിൽ എൻ്റെ ഫാമിലി ലൈഫ് അഫക്റ്റഡ് ആയിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇതിപ്പോൾ തെറ്റുകൾ ചക്കിന് വെച്ചത് കുക്കിന് കൊണ്ടുവന്നുള്ള രീതിയിലാണ്. മകൻ ഒരിക്കലും ഭാര്യയോട് അങ്ങനെ തുറന്ന് പറയാൻ പാടില്ലായിരുന്നു. നിങ്ങളത് അറിഞ്ഞിട്ടുമില്ല. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഭർത്താവില്ലാത്ത സമയത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞു ചൊറിഞ്ഞ് ആ പയ്യനുമായി ഇങ്ങനൊരു അഫെയർ ഉണ്ടാക്കിയെടുക്കരുതായിരുന്നു. അപ്പം പലരും പല സമയത്ത് ചെയ്ത തെറ്റുകൾ സാഹചര്യം കൊണ്ട് നോക്കുമ്പോഴേക്കും അത് എല്ലാം കൂടെ ഒന്നു ചേർന്ന് മരുമകൾക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തുകയായിരുന്നു. അവൾ നോക്കുമ്പോഴേക്കും ദേ ഒരു പിഞ്ചു പയ്യനെ അമ്മായിയമ്മ ഓക്കെ. അപ്പോൾ പിന്നെ സ്വന്തം ഭർത്താവ് ഇങ്ങനൊരു താല്പര്യം ഉണ്ടെങ്കിൽ അമ്മായിയമ്മ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ ചെറുപ്പത്തിലെ. മകനാണെങ്കിൽ എന്താ, അവർക്ക് ഒരു പ്രശ്നവും കാണില്ല എന്ന് വിചാരിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ലെന്ന് നിങ്ങൾക്കറിയാം. അവളോട് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് സംസാരിക്കേണ്ടിയിരിക്കുന്നു. ശത്രുതാ മനോഭാവം പുലർത്തി നിന്ന് കഴിഞ്ഞാൽ പലപ്പോഴും ഇതിങ്ങനെ അകന്നകന്ന് പോവുകയുള്ളൂ. അവളുമായിട്ട് കുറച്ച് രമ്യതയിലായി. അങ്ങനെയല്ല, ഇതിൻ്റെ കെമിസ്ട്രി വേറെയാണ്. എൻ്റെ മനസ്സിൽ അങ്ങനെയില്ല. അവനുണ്ടായിരിക്കാം, അത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല. എനിക്ക് സാധകമായൊരു സമയത്ത് വേറൊരു സാഹചര്യത്തിൽ വേറെ ആളുമായിട്ടുണ്ടായ അഫെയറും എൻ്റെ മകനും ഞാനും തമ്മിലുള്ള ബന്ധവുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ബോധ്യപ്പെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾ തമ്മിലുള്ള മഞ്ഞ് ഉരുകുകയുള്ളൂ. അപ്പം അതിന് വേണ്ട മുൻകൈ നിങ്ങൾ എടുക്കണം. അത് വളരെ സമാധാനമായിട്ട് സമയമെടുത്ത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ മകനെ അവൾ അകറ്റും. പക്ഷേ ആ സ്ത്രീക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റിദ്ധാരണ ആർക്ക് വേണമെങ്കിലും ഉണ്ടാവല്ലോ. ശ്രദ്ധിച്ച് സംസാരിച്ച് കൈകാര്യം ചെയ്യുക. അവളെ രഹസ്യമായി വിളിച്ച് സ്നേഹത്തോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുക. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു തെറ്റ് മറ്റൊരു തെറ്റ് ഇങ്ങനെ തെറ്റുകളായി കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർക്ക് ഭിന്നത ഉണ്ടാകും. അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും കൗൺസിലിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വരണമെങ്കിൽ മാത്രമേ മഞ്ഞുരുകയുള്ളൂ.